നടത്തിത്തരും. നല്ല സുന്ദരിയായ പെണ്ണ് വേണോ? അത് തരാം. ഇവിടെ ഭരണാധികാരിയാക്കണോ? എങ്കിൽ നിന്നെ ഞങ്ങൾ നേതാവാക്കാം. സമ്പത്ത് വേണോ? അതും തരാം. അവസാനം റസൂൽ പറഞ്ഞു, ദീനിനു പകരം താങ്കൾ പറയുന്ന സംഗതികൾ സ്വീകരിക്കാനോ സാധ്യമല്ല. ഖുർആനിൽ നിന്നും ഏതാനും വചനങ്ങൾ കേൾപ്പിച്ചപ്പോൾ ഉത്ബത്തിനും അത്ഭുതം നിറഞ്ഞു. അവൻ മടങ്ങിപ്പോയി. സോദര, പിന്നീട് ത്യാഗങ്ങൾ സഹിച്ചാണ് ഇസ്ലാം ദീൻ റസൂൽ വളർത്തിയെടുത്തത്. പ്രിയമുള്ള രക്ഷിതാക്കളെ, നിരീശ്വര നിർമ്മിത പുത്തൻ പ്രസ്ഥാനങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇസ്ലാമിന്റെ ദീപം എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ചില വിദ്യാലയങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആശയങ്ങൾ ഹൃദയത്തിലേക്ക് കുത്തിവയ്ക്കുമ്പോൾ ആ വിഷബീജങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ വിജ്ഞാനം അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. പ്രിയമുള്ള രക്ഷിതാക്കളെ, നിങ്ങൾ നാളെ ആറടി മണ്ണറയിൽ കിടക്കുമ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ ഭൂമിയുടെ നെറുകയിൽ നിന്ന് നിരീശ്വരത്വമോ പുത്തൻ പ്രസ്ഥാനങ്ങളോ പ്രസംഗിക്കുമെന്നിരിക്കട്ടെ, അതിന്റെ അനന്തരഫലം നിങ്ങൾ ഖബറിൽ അനുഭവിക്കുകയായിരിക്കും. മറിച്ച് മതവിദ്യാലയങ്ങളിൽ പഠിപ്പിച്ച സ്വാലിഹായ ദീനിനു വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ രക്ഷിതാക്കളെ, നിങ്ങൾ അതിന്റെ പേരിൽ ഖബറിൽ സുഖിക്കുകയായിരിക്കും. സ്വാലിഹായി വളരുന്ന സന്താനങ്ങൾ ഭീകരഘട്ടങ്ങളിലേക്ക് നിങ്ങൾക്കുള്ള സമ്പത്താണെന്ന് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നു. അവർ നിങ്ങളുടെ ഖബറിലും പരലോകത്തും ഉപകരിക്കപ്പെടും. ദോഷികളായ സന്താനങ്ങളെ നരകത്തിലേക്ക് അണിയിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ രക്ഷിതാക്കളാണ് ഇതിന് കാരണക്കാർ. അതുകൊണ്ട് ഞങ്ങളുടെ ഇരട്ടി ശിക്ഷ അവർക്ക് നൽകണം റബ്ബേ എന്ന് കേണപേക്ഷിക്കുകയും ചെയ്യും. ഉമ്മമാരെ, നാം താരാട്ടി പാലൂട്ടി വളർത്തിയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറയുന്നത് എത്ര ദയനീയമാണ്. ഓർത്തു നോക്കൂ, ഖുർആൻ പഠിക്കാത്തതിന്റെ പേരിൽ ഉസ്താദ് വന്ന് വെള്ളയടിച്ചാൽ പണത്തിന്റെയോ പവറിന്റെയോ ഊങ്ക് കൊണ്ട് പ്രതികാരം ചെയ്യാൻ ഞങ്ങൾ മുതിരുന്നു. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി തൻ ഏകപുത്രന്റെ കഴുത്തിൽ കടാരയിലാക്കാൻ യാതൊരു മടിയും കാണിക്കാതിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാരമ്പര്യം നാം ആഗ്രഹിക്കുന്നുവോ? അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തത് സുഫിയാൻ കെ പി ഗാനം.